കുറച്ചു മുമ്പ് ഞാൻ പ്ലേ ചെയ്തൊരു വീഡിയോയിൽ എൻ അഹമ്മദ് പറയുന്നുണ്ട്, ഇനിയും വേടനെതിരെ കൂടുതൽ ഇരകൾ രംഗത്തേക്ക് വന്നേക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. വരും ദിവസങ്ങളിൽ ഇനിയും കൂടുതൽ വന്നേക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു ധാരണ ഇവരുടെ പക്കലുണ്ടായിരുന്നു. ഒരു കേസ് അത് FIR ഇടുന്നതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ അത് കോടതിയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് മാധ്യമ സിൻഡിക്കേറ്റിന് എവിടുന്ന് കിട്ടി? അതെങ്ങനെയാണ് അവരുടെ കയ്യിലേക്ക് കിട്ടാനുണ്ടായ സാഹചര്യം എന്താണ്? മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് വലിയൊരു ലക്ഷങ്ങൾ ഫോളോവേഴ്സുള്ള സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ചാനലൊന്നും അല്ല. ഈ 2023 22 തുടങ്ങിയൊരു ചാനലാണ്. ആ ഒരു ചാനലിന് ഇത്രയും കാര്യങ്ങൾ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അത്രയും ഈ പറയുന്ന രഹസ്യമായിട്ടുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിൽ കോടതിയിൽ കൊടുത്തൊരു കേസാണ്. അതെടുത്തിട്ട് ഇവർക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള ബാഹ്യ ശക്തികൾ ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, അല്ലേ? അപ്പോൾ ഒരു ചാനൽ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരു ചാനലിലൂടെ അങ്ങോട്ട് ഇട്ടു. ആ ഒരു ചാനൽ 2 തോൽവികൾ വന്നിരുന്ന അപരാധം പറയുന്നുണ്ട്. എന്ത് തേങ്ങയാണ് പറയുന്നത് പോലും അറിയാതെ എന്തൊക്കെയോ ഇരുന്ന് പറയുന്ന 2 പേരെ നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇവരെല്ലാം പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്